അരിക്ക് തീരെ ക്ഷാമമില്ലാത്ത ടൈമാണിപ്പോൾ. കാരണം അരിയുടെ ഫുൾ സീസണായിട്ട് ഉള്ള സമയമാണ്. നെല്ല് കൊയ്ത്ത് ഇപ്പോൾ പൊങ്കൽ കഴിഞ്ഞ് ജാനുവരി 15 ശേഷം ഫുൾ നെല്ലിൻ്റെ കൊയ്ത്ത് കഴിഞ്ഞ് അരിയൊക്കെ വരാനുള്ള തുടങ്ങിയ സമയമാണ്. പക്ഷേ ചില ഐറ്റം അരി, അതായത് ജയ അരിക്ക്, സുരേഖ, ഈ 2 ഐറ്റം അരിക്കാണ് കുറച്ച് ഷോർട്ടേജ് ഉള്ളതും. അത് വളരെ ഡിമാൻഡുള്ള സ്ഥലമാണ് തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം വരെ എന്ന് പറയാം. അതിന് മാത്രമാണ് കുറച്ച് വില കയറ്റുണ്ടായത്. അത് ഈ 45 റുപ്യ 50 രൂപ വരെ. പിന്നെ മട്ട ചില ഇനങ്ങൾ ബ്രാൻഡായിട്ട് വിൽക്കുന്നതിന്, അല്ലാതെ ലോക്കലായിട്ട് വിൽക്കുന്നതിന് വലിയ വർധനമൊന്നുമില്ല. പക്ഷേ ബ്രാൻഡഡ് ഇത് അതിന് കൂടെ വർധന ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ കേരളത്തിൽ ഇപ്പോൾ മലബാർ ഭാഗത്ത് വിൽക്കുന്ന കുറുവ, പൊന്നി എന്നീ ഇനങ്ങൾക്കൊന്നും യാതൊരു വില വർധനവും ഇല്ല. അത് 2013 വിറ്റ 32 രൂപയ്ക്കാണ് ഇപ്പോഴും കുറുവ വെക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ 2 മാസം മുമ്പ് വിറ്റത്, ജാനുവരിക്ക് മുമ്പ് ഡിസംബറിൽ വിറ്റത് 32 രൂപയ്ക്കാണ്. ഇന്ന് 32, അതിനെക്കാട്ട് കുറഞ്ഞിരിക്കുന്നു. 30-50 വരെ കുറുവയ്ക്ക് ലഭ്യമാണ്. പക്ഷേ അത് പുതിയ നെല്ലിൻ്റെ കുറുവയാണ്. പിന്നെ ഒറീസയിൽ നിന്ന് വരുന്ന പാഡിയാണത്. അതേ വ്യത്യാസമുള്ളൂ. ഇതൊരു വലിയൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് എന്താ വെച്ചാൽ, സർക്കാർ വലിയ ബൾക്ക് ഓർഡർ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ അവർ ഓട്ടോമാറ്റിക്കായിട്ട് വില കയറ്റും. അതാണ് ചിലപ്പോൾ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത. അങ്ങനെ സർക്കാർ മുൻകൈ എടുത്തിട്ട് വലിയ ക്വാണ്ടിറ്റി മേടിക്കാൻ പോയാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടുത്തെ മില്ലേഴ്സ് വില കയറ്റും. പക്ഷെ ഞങ്ങളാണുമ്പോൾ ഞങ്ങൾ ടെൻഡറിൽ വളരെ വില കുറച്ചിട്ടാണ് കൊടുക്കൽ. ടെൻഡർ, ഗവൺമെൻറ് സിവിൽ സപ്ലൈസ് ടെൻഡറായാലും നീതി കൺസ്യൂമർ ഫെഡ് ടെൻഡറായാലും ഞങ്ങളത് ബാർഗെയിൻ ചെയ്തിട്ടാണ് മേടിക്കുക. അത് ടെൻഡർ ഇല്ലാതെ നേരിട്ട് പോയി മേടിച്ചിട്ടുണ്ടെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. അത് ഓപ്പൺ മാർക്കറ്റിൽ വില കയറ്റത്തിന് സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഏറ്റവും വില കുറവ് ഇന്നിപ്പോൾ അരി കേരളത്തിലേക്ക് പെട്ടെന്ന് കിട്ടണമെങ്കിൽ ബംഗാളിലാണുള്ളത്. ബംഗാളിൽ 22.5 രൂപ 23 രൂപയേ ഉള്ളൂ അരിക്ക് വില കിലോന്. അത് വാഗണിൽ വരുത്തിച്ചിട്ട് റേഷൻ കടകളിൽ കൂടെ സമൃദ്ധമായിട്ട് കൊടുത്താൽ തന്നെ 26-27 രൂപയ്ക്ക് അരി എല്ലാ മേഖലയ്ക്ക് എത്തിക്കാൻ പറ്റും. അത് സ്വർണ്ണമസൂരി അരിയാണ്, ജയല്ല, പക്ഷേ എല്ലാ മേഖലയ്ക്ക് എത്തിക്കാൻ പറ്റും. ഇത് വേറൊരു രീതി കൂടി നമുക്ക് കാണേണ്ടതുണ്ട്. കർഷകർക്ക് കുറച്ച് വിലകയറ്റം ഉണ്ടായാലേ കർഷകർ ആ അരി നെല്ലിടാൻ അവർക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ. ഈ അരിക്ക് വില കൂടുന്ന സമയത്ത് വേറൊന്ന് മനസ്സിലാക്കേണ്ടത്, പൾസസിനൊക്കെ വളരെ വില കുറഞ്ഞിരിക്കുന്നു. തോരപ്പരിപ്പ്, ഉഴുന്നുപരിപ്പൊക്കെ 190, 150 ഉള്ളത് 70 റുപ്യ 60 റുപ്യയിലേക്ക് താണു. അതെന്താ കാരണം? ഇതുവരെ അരിക്ക് വില കിട്ടാത്തതുകൊണ്ട് അവർ ആ കൃഷിയിലേക്ക് മാറി. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കൂടി. അപ്പോൾ അതിന് വില കുറഞ്ഞു, അരിക്ക് വില കയറി, പഞ്ചസാരയ്ക്കും വില കയറി. ഇനി ഇതൊരു സൈക്കിളാണ്. 3-4 കൊല്ലം ഇത് കൂടുന്നവർ ഓരോന്നിനും വില കയറ്റുണ്ടാവും. പക്ഷേ ആ കർഷകർക്കാണ് അതിന് ഗുണം കിട്ടുക. ഇപ്പോൾ വാനില കൃഷി ചെയ്ത് 27 കിലോയിലൊക്കെ തുടങ്ങിയത് ഇപ്പോൾ 250 റുപ്യയായി. അത് എല്ലാവരും അതിലേക്ക് ഇറങ്ങും. പൈനാപ്പിളും ഇപ്പോൾ കപ്പയ്ക്ക് കൊടുക്കണം 30-35 റുപ്യ. അപ്പോൾ ഈ കൃഷിക്കാർ നെല്ലിന് ഇത്ര 2 കൊല്ലം തീരെ വില കിട്ടിയിരുന്നില്ല. 26 റുപ്യ 27 റുപ്യ എന്ന് പറയുമ്പോൾ അവർക്ക് തീരെ കിട്ടിയിരുന്നില്ല. അത് ഒന്ന് നല്ലൊരു ലെവലിൽ എത്തിയതാണ്. പക്ഷേ ഈ 50 റുപ്യൊക്കെ കുറച്ച് വളരെ അധികമാണ്. 42 താഴെ ഒരു 38 ഇടയിൽ റീറ്റെയിലും ഒരു 30-35 ഇടയിൽ ഹോൾസെയിലിൽ കിട്ടിയാലേ കർഷകർക്ക് ഗുണം കിട്ടുള്ളൂ. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, വ്യാപാരികൾക്ക് വല്ലാതെ ഓവറായിട്ട് ഹൈപ്പ് ചെയ്തിട്ട് ഒരു തിരുവനന്തപുരം ആ ബേസ്ഡ് ന്യൂസ് ഓൾ കേരള കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യാഘാതമാണിത്. ഇത് ഓൾ കേരള ന്യൂസായിട്ട് വരേണ്ട ഒരു ഇതില്ല. തിരുവനന്തപുരം മേഖല, എറണാകുളം, അവിടെ ആ ജയക്ക് വില കയറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് എല്ലാം കേരളത്തിൽ അരിവില കത്തുന്നു എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും വ്യാപാരികൾ കുറച്ച് വില കയറ്റി വിൽക്കാനുള്ള ഒരു പ്രവണത കൂടും. അത് ഒരു നല്ല ഇതല്ല. അത് ആ പേരും പറഞ്ഞിട്ട് വിലകയറ്റം സൃഷ്ടിച്ചിട്ട് അത് ഞങ്ങൾ ചെയ്യുന്നതല്ല പറയുന്നത്, ഞങ്ങൾക്ക് അതിന് തീരെ യോജിക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. കാരണം ഇന്ന് 100-150 റുപ്യ കുറവാണ് വെല്ലങ്ങാടിയിൽ ഈ പുതിയ നെല്ലിൻ്റെ. പിന്നെയും കുറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഈ വിഷു സീസണും ഗവൺമെൻറ് അഡ്വാൻസ് ആയിട്ട് ടെൻഡർ വിളിക്കുക, എന്നിട്ട് സപ്ലൈ ചെയ്യാനുള്ളതിൻ്റെ ഓർഡർ കൊടുക്കുക. അതിന് അവരവിടെ പോയിട്ട് ഗവൺമെൻറ് പോയിട്ട് പണം കൊടുത്തിട്ട് മേടിച്ചിട്ട് അപ്പോഴാണ് വില കയറ്റം ഉണ്ടാവുക. നേരിട്ട് നിങ്ങൾ 4 ആളായി പോയിട്ടുണ്ടെങ്കിൽ അവർ വില കയറ്റി പറയും. പക്ഷേ ടെൻഡർ ആകുമ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് വില കുറയും.
ഇപ്പോൾ 2013 ഓണത്തിന് കൺസ്യൂമർ ഫെഡിന് അരി കൊടുത്തിട്ട് പണം കിട്ടാത്ത ആളാണ് ഞാൻ. അന്ന് ഗവൺമെൻറ് 32 റുപ്യക്ക് അരി മേടിച്ചിട്ട് 21 റുപ്യക്ക് സബ്സിഡി ഇനത്തിൽ വില കുറച്ച് വിറ്റ് നഷ്ടമാക്കി. ആ കൺസ്യൂമർ ഫെഡ് മുഴുവനും നഷ്ടത്തിലായി. അപ്പോൾ ഗവൺമെൻറ് വല്ലാതെ വലിയ വില കൊടുത്ത് അരി മേടിച്ച് അത് കൊണ്ടുപോയിട്ട് അങ്ങാടിയിൽ വില കുറച്ച് വിൽക്കുമ്പോൾ അത് ഗവൺമെൻറ്റിനും വലിയ നഷ്ടം വരും, അത് വ്യാപാരികൾക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയാവും. അപ്പോൾ നല്ല രീതിയിൽ ഇപ്പം തന്നെ ആലോചിച്ച് നല്ല ടെൻഡർ വിളിച്ച് സപ്ലൈ സ്റ്റോക്ക് ചെയ്യാനുള്ള പ്രിപ്പറേഷൻ ചെയ്താൽ വിഷു സുഖമായിട്ട് നടന്നു പോകും. അരിക്ക് ഷോർട്ടേജ് ഒന്നുമില്ല, അരി എത്രയെങ്കിലും കിട്ടാനുണ്ട്.